കൂട്ടുകാരുടെ സ്വഭാവവും ഒന്നും അറിയാതെ കണ്ടാണ് ഇദ്ദേഹം ഇങ്ങോട്ട് പോകുന്നു. പുരഞ്ചൻ ഇങ്ങോട്ട് പോകുന്നു, കൂട്ടുകാരനെ ഇങ്ങോട്ട് പോകുന്നു. കൂട്ടുകാരൻ പോകണ്ടെന്ന് പറഞ്ഞ് ആ കൂട്ടാക്കാതെ ഇങ്ങോട്ട് പോകുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ജോലി കൊട്ടാരം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുക, പൊളിക്കുക, വീടുണ്ടാക്കുക, പൊളിക്കുക, വീടുണ്ടാക്കുക, പൊളിക്കുക, അങ്ങേ പോരെന്ന അങ്ങ് യാതൊരു ചെയ്യാ, സംഭാരത്ത് മാറ്റുക, വീണ്ടും യാതൊരു ചെയ്യുക, വീണ്ടും യാതൊരു ചെയ്യുക. ഇദ്ദേഹം കൊട്ടാരം ഉണ്ടാക്കുക, പൊളിക്കുക, ഉണ്ടാക്കുക, പൊളിക്കുക, ഉണ്ടാക്കിയിട്ടും പൊളിച്ചിട്ടും ഇങ്ങനെ നടന്ന അദ്ദേഹം ഹിമാലയ പർവ്വതത്തിന്റെ തെക്കുഭാഗത്തെത്തി. ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തെത്തിച്ചാൽ ഭാരതഭൂമിയിലെത്തിയത്. എത്തിയപ്പോഴാണ് ഇവിടെ നല്ല സ്ഥലമാണ്, ഉണ്ടാക്കാതില്ല നോക്കിയപ്പോൾ നല്ലൊരു കൊട്ടാരം അവിടെ കണ്ടു. ഇത് കണ്ടുമ്പോൾ നല്ലതാണ്, ഇഷ്ടമായി. നോക്കിയപ്പോൾ പുറത്തു നടന്നു നോക്കി. അതിന് 9 ഗോപുരങ്ങളുണ്ട്. നല്ല കൊട്ടാരമാണ്. 5 ഗോപുരങ്ങളെ കിഴക്കോട്ട്, ഓരോന്ന് തെക്കോട്ടും വടക്കോട്ടും, 2 പടിഞ്ഞാട്ടും. വിചിത്രമായ കൊട്ടാരമാണ്. ഇത് കിട്ടിയാൽ മതി. എല്ലാ സൗകര്യവും അതുണ്ട്. മനസ്സിലാക്കിയ കൊട്ടാരം ആളുകൾ അറിയണ്ടേ. ഇത് 4 ഭാഗം നടന്നു, ആരെയും കണ്ടില്ല. അകത്തേക്ക് നോക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് അവിടെ എഴുതി വെച്ചിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. സ്വതവേ എല്ലാത്തിനും എഴുതി വെക്കാറ് നായയുണ്ട്, ഇവിടെ പാമ്പുണ്ട്. പാമ്പിനെ പേടിച്ച് ഇദ്ദേഹം താഴത്തേക്ക് വീണു. വീണ്ടും കയറി നോക്കിയപ്പോഴാണ് മുഖ്യാന്നുള്ള ഗോപുരത്തിൽ കൂടി കയറി നോക്കിയപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി തോഴിമാരോട് കൂടി ഇരിക്കുന്നത്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു. രാജാവ് ചോദിച്ചു, കുട്ടി ആരാണ്? കുട്ടിയുടെ പേരെന്താണ്? എത്ര വയസ്സായി? എന്താണ് പഠിക്കുന്നത്? എന്താണ് ഗോത്രം? എന്താണ് സൂത്രം? ദേവസ്ത്രീയൊന്നും അല്ല. കാരണം ദേവസ്ത്രീകൾ ഭൂമി കൊണ്ടില്ല. ഏതെങ്കിലും രാജകുമാരിയാവും. അച്ഛനന്മാർ ആരാണ്? എന്താ പഠിക്കുന്നത്? കുറേ ചോദ്യം ചോദിച്ചു. ഈ പെൺകുട്ടി ഒക്കെ ഉത്തരം പറഞ്ഞത് ഇതൊക്കെ എപ്പോഴാണ് ചോദിക്കുക? വിവാഹപ്രായമായതല്ലേ. എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിൽ ഒരു 100 കൊല്ലം താമസിക്കാൻ. അങ്ങൊന്നും കൊണ്ടുപോലെ ഇവിടെ ധാരാളം വരുമാനമുണ്ട്. പക്ഷേ ഒരു നിബന്ധന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കേൾക്കണം. രാജാവ് സമ്മതമായി. അങ്ങനെ അവർ വിവാഹം കഴിച്ചു. 4 വർഷം പെൺകുട്ടിക്ക് പേരിട്ടു പുരഞ്ജനി. പുരഞ്ജനി കൊണ്ട് അർത്ഥയ്ക്കാൻ പോയി. അപ്പോൾ ഈ പാമ്പ് വന്നു. പാമ്പുകൾ പറഞ്ഞു എൻ്റെ ആളാന്നൊക്കെ പറഞ്ഞു. പിന്നെ പാമ്പ് വന്നില്ല, അകത്തേക്ക് പോയി. രാജാവ് വന്നു. അതായത് നടന്നുണ്ടാവില്ല, കുറേ ക്ഷീണിച്ചിട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചു. അങ്ങനെ കൊട്ടാരം അന്വേഷിച്ച് കുറേ നടന്നാൽ ക്ഷീണം ഉണ്ടാവും. ഈ ക്ഷീണം മാറാൻ പറ്റിയൊരു മരുന്ന് കണ്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അകത്ത് നേരെ ഒരു കുട്ടി കൊടുത്തു. രാജാവ് ഏതാ കഴിച്ചോളൂ എന്നാണ്. ക്ഷീണം മാറാൻ പറ്റിയ മരുന്നാണ്. രാജാവ് എനിക്ക് തോന്നുന്നു ക്ഷീരമില്ല, എനിക്ക് വെറുതെ കഴിക്കാറില്ല. ക്ഷീരായിക്കോളും എന്നാണ്. തെടുങ്ങിയ വേണ്ടു. പിന്നെ ക്ഷീരായിക്കോളും കഴിച്ചോളൂ എന്ന് പറഞ്ഞ പുരഞ്ജനി കഴിച്ചതിൻ്റെ ബാക്കിയാണ് കൊടുത്തു. അങ്ങനെ പുരഞ്ജനൻ കഴിച്ചു. അതോടുകൂടി പിന്നെ പുരഞ്ജ ചെയ്യുമ്പോഴായി പുണ്യം വേണം. പിറ്റേന്നായ ചോദിക്കേ പുരഞ്ജനി ഇന്ന് കുപ്പിയെടുക്കണില്ലേ? ഒരു പ്രാവശ്യത്തിൽ പോയി പെടുകയേ ഉള്ളൂ. പിറ്റേന്നായ നോക്കിക്കൊള്ളുന്ന ഭാവത്തില് പിന്നെ എന്താണോ പുരഞ്ജനി ചെയ്യുന്നത് അതുപോലെ കൊടിയെടുപ്പി പന്ത്യം പിപതി മതിരം മദവിഹ്വലാശ്നന്ത്യം കൊരിദശ്നാദി ജക്ഷത്യം സഹലക്ഷ്മി കൊജിഗായതിഗായന്ത്യം നൃത്യം സുധതി കൊജിത്. പുരഞ്ജനി ചിരിച്ചാൽ പുരഞ്ജനൻ ചിരിക്കും, പുരഞ്ജനി കരഞ്ഞാൽ പുരഞ്ജനൻ കരയും. ഒരു ക്രീഡാമൃഗം പോലെ ആയിന. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മഹാരാജാവ് നായാട്ടിന് പോകുന്നുണ്ട്. നായാട്ടിന് പോകുമ്പം ഭാര്യയെ കൊണ്ടുപോകാണ്ടാണ് പോവുക. ഇവിടെ വന്ന് കുളി കഴിഞ്ഞാൽ, ദേവാലയം കഴിഞ്ഞാൽ, ഭക്ഷണം കഴിഞ്ഞാൽ കിടക്കാൻ പോകുമ്പം പുരഞ്ജനിയെ കാണില്ല. ദേഷ്യപ്പെട്ടു പോയിട്ടില്ല. എവിടെ അന്വേഷിച്ചാൽ ദേഷ്യപ്പെട്ടാൽ പോയിരിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് നമ്മളോട് പറയാം. ദേഷ്യം വന്നാൽ അവിടെ പോയിരിക്കണം. ഒരു ചേർത്തി മണി കൊണ്ടുവയ്ക്കാം. ചേർത്ത് വെച്ചാൽ പിന്നെ ദേഷ്യം വന്നാൽ പോയിരിക്കാൻ സ്ഥലം
പൊടിയാക്കിയത് കരയാക്കിയത്. അങ്ങനെ കേൾക്കുന്നു മഹാരാജാവ്. ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, പ്രണാമോ ദുഃഖശമന എന്ന്. നമസ്കരിച്ചാൽ ദുഃഖം തീരുന്ന. ആരെ നമസ്കരിച്ചാല്? ശ്രീഹരിയെ നമസ്കരിക്കാൻ. ഇവിടെ പോയിട്ട് ഭാര്യയാണ് നമസ്കരിക്കുക. ഭാര്യ കൊടുക്കും ഒരടിയെന്നാണ്. ഇത് കിട്ടാനും പുണ്യം ചെയ്യണമെന്നാണ്. എന്തിനാ ഭൃത്യന്മാരെ യജമാനന്മാരെ ശിക്ഷിക്കുന്നത്? നന്നായിട്ട് പോരാഞ്ഞിട്ടല്ലേ? അപ്പൊ ഞാൻ നന്നായിട്ട് പോരാഞ്ഞിട്ടല്ലേ ഭാര്യ അടിക്കുന്നത്? ഇനി എങ്ങോട്ടും പോവില്ല എന്ന ഭാഗത്ത് അവരെ അന്വയിപ്പിക്കണമെന്നാണ്. ദാസനെ പോലെ കാലൊഴിഞ്ഞു കൊടുക്കുക, വീശി കൊടുക്കുക, എങ്ങോട്ടും പോവില്ല എന്ന് പറയാ. പിറ്റേന്നായ വീണ്ടും നായാട്ടിന് പോവാ, വീണ്ടും പടി കൊള്ളുക. ഇതൊരു സുഖമായി മാറി. പടി കൊള്ളാൻ ബുദ്ധിമുട്ട്. എന്നാൽ പുരഞ്ജയിക്കാണെങ്കിൽ സദാസമയത്തും പ്രസവിക്കാനേ സമയമുള്ളൂ. 10 മാസം കൂടുമ്പല്ല, സെക്കൻഡിന് പ്രസവിക്കുന്നതാണ് പുരഞ്ജനി. കുട്ടികളെ കൊണ്ടാണ് ഇന്നും അവിടെ നിന്നാണ്. കുറെ ആൺകുട്ടികളുണ്ടായി, കുറെ പെൺകുട്ടികളുണ്ടായി. പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്തു, ആൺകുട്ടി വിവാഹം കഴിച്ചു കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ പേരക്കുട്ടികളൊക്കെ ഉണ്ടായപ്പോഴാണ് ഒരു 2ാം കല്യാണം പറ്റിയത്. അത് വർഷം പോലെ ഈ പെൺകുട്ടി എൻ്റെ തോന്നിയിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ അടിക്ക പോലും ചെയ്തു. ആകെ സ്വീകരിക്കുന്ന കൂരു മഹാരാജാവോ മാത്രമേ ഉള്ളൂന്നാണ്. കാലത്തിന്റെ മകളാവുന്ന കാലകന്യകയാണ് വന്നത്. അവരാണെങ്കിൽ മഹാരാജാവിന്റെ കത്തിന് കേട്ടാണ് പറഞ്ഞത് നീ മുമ്പിൽ കൂടി പോയാൽ ആരും കല്യാണം കഴിക്കില്ല, പിന്നിൽ കൂടി പോയി കല്യാണം കഴിക്കണം. അപ്പം അവ്യക്തഗതിയാണ്. അങ്ങനെ പിന്നിൽ കൂടി വന്ന കല്യാണം കഴിച്ചോടി വന്ന് നോക്കിയപ്പോൾ തൻ്റെ അടുത്ത പുരഞ്ജനിയല്ല, ഈ കാലകന്യാണ് നിൽക്കുന്നത്. അതോടുകൂടി അതാണെങ്കിൽ അനവധി സൈന്യങ്ങൾ ഈ കൊട്ടാരത്തെ ആക്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 720 പേര് ഈ കൊട്ടാരത്തെ ആക്രമിക്കുന്നുണ്ട്. അഥവാ തടിയുന്നത് പാമ്പാണ്. പാമ്പിന് ക്ഷീണമായപ്പോൾ 2ാം കല്യാണം പറ്റിയത്. 2ാം കല്യാണം കഴിഞ്ഞോടുകൂടി ഈ കാലകന്യയുടെ ചെറിയ സഹോദരനായ പ്രജ്വാലൻ വന്നു. പ്രജ്വാലനും കാലകന്യയും കൂടിയൊക്കെ നശിപ്പിക്കാൻ പുറപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം മഹാരാജാവ് ഭയം വന്ന് ചോദിച്ചു, 720 പട്ടാളങ്ങളായിട്ടാണ് നശിപ്പിക്കുന്നത്, ഇത് തടയുന്നത് പാമ്പാണ്. പാമ്പ് ഇറങ്ങി പോയപ്പോഴാണ് മഹാരാജാവിൻ്റെ വരവ്. ഈ കൊട്ടാരത്ത് കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ കൊട്ടാരം തന്നെയാണ് നന്ദി പറയണ്ടേ? ഭാര്യയുടെ കൊട്ടാരം ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. എൻ്റെ കൊട്ടാരമാണെന്ന് ഭാവത്തിലെ കാശ് കൊടുക്കാത്ത കുറ്റത്തിനാണ് അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹപ്പെട്ടു. അവിടെ വെച്ച് പുരഞ്ജനിയെ സ്മരിച്ചു. പതിവ്രതയായ പുരഞ്ജനിയെ സ്മരിച്ചു. പതിവ്രത ആയിരുന്നില്ല. വാസ്തവം ഞാൻ എണീക്കുന്നതിന് മുമ്പ് അവരെ എണീറ്റിരുന്നു. ഞാൻ കടന്നതിന് ശേഷമേ കടക്കുള്ളൂ എന്നുള്ളപ്പോൾ ഒരു പതിവ്രത സ്മരണം ഉണ്ടാവുകൊണ്ട് നല്ല വംശത്തിൽ ജന്മം കിട്ടിയതാണ്. വിദർഭയില് വൈദർഭിയായി ജന്മം കിട്ടി. വിവാഹപ്രായമായപ്പം മലയധ്വജ മഹാരാജ വിവാഹം കഴിച്ചു. അതിലാദ്യമായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായി. ഈ പെൺകുട്ടി അഹിലേഷണയെ അഗസ്ത്യ മഹർഷി വിവാഹം കഴിച്ചു. അതിൽ പൗത്രന്മാരൊക്കെ ഉണ്ടായി. ഈ പെൺകുട്ടിയുടെ സഹോദരന്മാരാണ് 7 ആൺകുട്ടികളുണ്ടായിരുന്നു. അവരെ രാജ്യഭാരം ഏൽപ്പിച്ച് മലയധ്വജൻ പത്നിയോടുകൂടി ഭഗവാനെ സേവിക്കാൻ കാട്ടിൽ പോയി. അങ്ങനെ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. മലയധ്വജൻ അവിടെ വെച്ച് മരിച്ചു. മരിച്ചപ്പോഴാണ് വൈദർഭി കരയുന്നത്. ഈ വൈദർഭി കരയുമ്പോഴാണ് ബ്രാഹ്മണൻ വന്ന് ചോദിക്കുന്നത്, എന്തിനാ കരയുന്നത്? എൻ്റെ ഭർത്താവ് മരിച്ചു പോന്നു. അപ്പോൾ ചോദിച്ചു ബ്രാഹ്മണൻ, നീ ആരാന്ന് ചോദിച്ചു. ഞാൻ വൈദർഭിയാണെന്ന് പറഞ്ഞവൻ ചിന്തിക്കാൻ പറഞ്ഞു. ആ ബ്രാഹ്മണന്റെ വാക്ക് കേട്ട് ചിന്തിച്ചപ്പോഴാണ്, ഹേ ബ്രാഹ്മണ, ഞാൻ വൈദർഭി അല്ലട്ടോ, ഞാൻ പുരഞ്ജനായിരുന്നു. തത്വം പുരഞ്ജനി, പുരഞ്ജനുമല്ല, നീ വൈദർഭിയും അല്ല, നീയും ഞാനും ഒന്നാണ് പറഞ്ഞ ഏവം സമാനസോ
രണ്ട് ഹംസങ്ങളായിട്ടും വിഹാരത്തിക്ക് ഉയർന്നു മഹാരാജാവേ എന്ന് ശ്രീനാഥ മഹർഷി പറഞ്ഞപ്പം പ്രാചീന പരിഹരിപ്പാണ് എനിക്കൊന്നും മനസ്സിലായില്ല. ഈ പറഞ്ഞത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അതാണ് ഉണ്ടാക്കിയ കഥയെന്ന് പറയാം. രണ്ട് കഥയെ ഇങ്ങനെ വർണ്ണിക്കുന്നുള്ളൂ. പാരോക്ഷായിട്ട് രണ്ടെണ്ണേ വർണ്ണിക്കുന്നുള്ളൂ. പുരഞ്ജനോപാഖ്യാനം അതുപോലെ ഭവാടനും. ഇവിടെ പിന്നെ അത് വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ആരാ പുരഞ്ജന മഹാരാജാവ്? പുരഞ്ജനയതി ഇതി പുരഞ്ജന, ശരീരത്തെ സ്വീകരിക്കുന്ന ജീവന്റെ അവസ്ഥയാണ്. ഇതിനു മുമ്പ് പല പല കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. ഏകാദ്വിത്രിക പുഷ്പാദം ബഹുപാദം അപാദം, ഒരു കാലുള്ള കൊട്ടാരം, രണ്ട് കാലുള്ള കൊട്ടാരം, മൂന്ന് കാലുള്ള കൊട്ടാരം, നാല് കാലുള്ള കൊട്ടാരം, പിന്നെ അനവധി കാലുള്ള കൊട്ടാരങ്ങൾ. വൃക്ഷങ്ങളായിട്ടും പക്ഷികളായിട്ടും ഒക്കെ അനവധി ജന്മം കഴിഞ്ഞിട്ടാണ്. അനവധി ജന്മം 84 കോടി ലക്ഷം ജന്മം കഴിഞ്ഞിട്ടാണ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് വെച്ചാൽ ഭാരതഭൂമിയിൽ ജീവന് ശരീരം കിട്ടുകയാണ്. നവമുഖ്യാല എന്ന ശരീരത്തിന് 9 ഗോപുരങ്ങളാണ്. യാതൊരു വൈകല്യവും ഇല്ലാത്തതെന്നാണ് ശ്രീധരിയം പറഞ്ഞിട്ട്. അതും കിഴക്കോട്ട് ഇത് നിൽക്കുന്ന ഒരാളെ അവസ്ഥയാണ്. അതിന് 9 ഗോപുരമാണ്. 2 കണ്ണ്, 2 മൂക്ക്, വായ, 5 ഗോപുരങ്ങളെ കിഴക്കോട്ട്, തെക്കോട്ടും വടക്കോട്ടും ഓരോരോ കാതുകളെ, പടിഞ്ഞാട്ട് മലമൂത്ര ദ്വാരങ്ങള്. നവദ്വാര സമേതമായൊരു ശരീരം ജീവന് കിട്ടുന്നു. അതാണെങ്കിൽ അതിന് പ്രത്യേകത പറയുന്നുണ്ട്. കാരണം 2 കണ്ണുകള് ഹദ്യോദം ആവിർമുഖീനൊക്കെയാണ്. ഹദ്യോദം മിന്നാമിനിന്നർത്ഥം. വലത്തെ കണ്ണിന് ഇടത്തെ കണ്ണിനേക്കാൾ കാട്ടുശക്തി കൂടും. അതിന്റെ താഴെയാണ് നളിനി, നാളിനി, 2 മൂക്ക്. വലത്തെ മൂക്കിന് ഇടത്തെ മൂക്കിനേക്കാൾ ഘ്രാണശക്തി കൂടും. അതിന്റെ താഴെയാണ് മുഖ്യമുള്ള ഗോപുരം. ലോറിയിലൊക്കെ സാധനം വന്നാല് ഇത് തന്നാലെ ആ ഗോപുരം കണ്ടു. ഇട്ടിൽ രാവിലെ കൊണ്ടുപോയാല് കൈയാണ് പൊക്കുമ്പോഴേക്ക് വായ പുറത്തോടും റോട്ടികൾ വെച്ചാൽ കടു മുഖ്യാന ഗോപുരത്തിന് പിതൃഹു ദേവഹു കാതുകള്, മലമക്കള്, ദ്വാരങ്ങള്, നവദ്വാര സമേതമായ ശരീരം ജീവന് കിട്ടുന്നതാണ്. അവിടെ കണ്ട പാമ്പാണ്, 5 തരമുള്ള പാമ്പാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സ്വമാനൻ. ഈ 5 പ്രാണനാണ് ഈ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ഞാൻ 4 ഭാഗവും നോക്കിയിട്ട് ആ ഉള്ളിൽ കയറിയപ്പോഴാണ് പെൺകുട്ടിയെ കണ്ടതെന്ന് ഭാഗം. പെൺകുട്ടിയാണ്. ബുദ്ധിയാകുന്ന പെൺകുട്ടിയാണ്. ഇന്ദ്രിയങ്ങളാകുന്ന തോഴിമാരോട് കൂടിയിരിക്കുക ബുദ്ധി. ഈ ബുദ്ധി ഇങ്ങോട്ട് വന്നു. രാജാവിനെ കണ്ടു. ജീവൻ ബുദ്ധിയായിട്ട് പ്രണയിച്ചു. നാം കല്യാണം കഴിച്ചു. അങ്ങനെ പ്രണയിച്ചു കഴിഞ്ഞാല് എന്താ ബുദ്ധി കൊടുക്കുക? ജീവന് മദ്യല്ലേ കൊടുക്കാന്നാ ഭാഗവതം ചോദിക്കുന്നത്. കാരണം ഞാനും എന്റേത് എന്നുള്ള ഭാവമാണ് ഈ മദ്യമാണ്. ഒന്നും ഈശ്വരനെ കാണിച്ചു കൊടുക്കല്ലേ. ചെറിയ കുട്ടിയെ കൊണ്ടുവന്നാൽ പോലും എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അമ്മ ഒക്കെ എന്റേതായിട്ട് ഞാനും എന്റേത് ഈ മദ്യമാണ് കൊടുക്കുന്നതെന്ന്. അതോടുകൂടി ബുദ്ധി മാറുന്ന അവസ്ഥ. പിന്നെ ബുദ്ധിക്ക് അടിമപ്പെട്ട ജീവനായി മാറുന്നതാണ്. ഭാര്യയ്ക്ക് അടിമപ്പെട്ട പുരുഷനെ പോലെയാണ് ബുദ്ധി. എന്താണോ പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ. ഭാഗവതം കേൾക്കുന്ന ജീവന് മോഹം ഉണ്ടെങ്കിലും ബുദ്ധി ഉറങ്ങാൻ പറഞ്ഞാൽ കേൾക്കുന്ന ജീവന് മോഹം ഉണ്ടെങ്കിലും ബുദ്ധി അതിന് സമ്മതിക്കാത്ത അവസ്ഥ. ബുദ്ധിക്ക് അടിമപ്പെട്ട ജീവനായി മാറുന്ന ബുദ്ധി എന്താണോ ചെയ്യുന്നത് ചെയ്യാനേ പറ്റുള്ളൂ. ആയാലും പോവാന്ന് വെച്ചാല് സ്വപ്നം കാണുമ്പം ഈ ബുദ്ധിയല്ല. പിന്നെ സ്വപ്നത്തൊന്നും തുറന്നു കഴിഞ്ഞാല് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാൽ ഒന്ന് ബുദ്ധിയെ പാകാക്കാൻ വേണ്ടിയിട്ട് ചിലർക്കൊരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് പൊടി വലിക്കുക, എന്തെങ്കിലും വരുത്താണ് ഭാര്യ അനുനയിപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നെ ധാരാളം സന്തതികൾ ഉണ്ടായിരുന്ന അത് പ്രായം കൂടുന്തോറും വേഗം വേഗമാവുന്ന എണ്ണി എണ്ണി കുറയും നീ
നീതായുസ്തും മണ്ടി മണ്ടി കരേറുന്ന മോഹം ആയുസ്സിങ്ങനെ കുറയും തോറും മോഹങ്ങൾ കൂടി വരുന്ന അവസ്ഥ. കുറേ മോഹങ്ങൾ സാധിച്ചു, കുറേ മോഹങ്ങൾ സാധിച്ചില്ല. ഇങ്ങനെ ഇരിക്കുക രണ്ടാം കല്യാണം. ആർക്കും വാസ്തവത്തിൽ ഇഷ്ടമില്ല. ഇനി എന്താ ചെയ്യാത്തും അവ്യക്തവും കല്യാണം കഴിഞ്ഞേ കാണാവുന്ന. ഒരു ദിവസം നോക്കിയപ്പോഴാണ് 2 മുടി വെളുത്തത്. രണ്ടാം കല്യാണം കഴിച്ചു. രണ്ടാം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കൊട്ടാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രജ്വാലൻ വരുന്നത്. പ്രജ്വാലൻ വന്ന് അതിൽ അസുഖത്തിൽ വന്ന് ഇവിടെ മതിലൊക്കെ പറിച്ച് കളിയാണ്. കല്ലൊക്കെ അതിനെ കല്ലിന്റെ കാട്ടില്ലാതാക്കുക, കേൾവില്ലാതാക്കുക, ഇതൊക്കെ നശിപ്പിക്കണമെന്നാണ്. അവസാനമാണ് മഹാരാജാവ് ഭയം വന്ന് ചോദിക്കുന്നു, ഈ കൊട്ടാരത്തിന് കാശ് കൊടുത്തു. എന്നാൽ ഈ കൊട്ടാരത്തെ അഹോരാത്രങ്ങളായിട്ട് നശിപ്പിക്കുന്നുണ്ട്. പകലും രാത്രിയായിട്ട് 720 പട്ടാളക്കാരാണ്. 360 പകലും 360 രാത്രിയായിട്ടാണ് അവരെ നശിപ്പിക്കുന്നത്. ഇതൊന്നും അറിയാതെ ഇവിടെ നിൽക്കുകയാണ്. അവസാനം ഭയം വന്ന് ചോദിക്കുന്നു, ഈ കൊട്ടാരത്തിന് കാശ് കൊടുത്തിട്ടുണ്ടോ? ഈ ശരീരം തന്ന ഗുരുവായൂരപ്പനോട് നന്ദി പറയട്ടെ. 84 ലക്ഷം കോടി ജന്മം കഴിഞ്ഞിട്ട് ആ ഭാരതഭൂമി ശരീരം കിട്ടുന്നത്. തന്ന ഭഗവാൻ നന്ദി പറയണ്ടേ? ഇനി പോയിട്ട് വന്നിട്ടാവാൻ പിന്നെ എന്തായിട്ട് വിരമിച്ചുണ്ടോ? അതുകൊണ്ട് എങ്ങനെ നന്ദി പറയാം? മൂന്നാനം പറയുന്ന ഈ നരജന്മം സഫലമാക്കാൻ ചെയ്യേണ്ടത് ഗുരുനാഥൻ തുണാജൈക സന്തതം തിരുനാമങ്ങളെപ്പോഴും വിധിയാതെ ഇരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കാൻ മറ്റൊന്നും എന്താണ്? ഈ ഭാഗവത്തെയാണ് ആ ചെറിയൊരു ഗ്രന്ഥത്തിൽ വളരെ ഭംഗിയായിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, ഇതാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കാത്ത കുറ്റത്തിനാണ് കാരാഗ്രഹത്തിട്ട് അവിടെ വെച്ച് ഞെറ്റും മരിച്ചും കഴിയുന്നതിനിടയ്ക്ക് അന്ത്യത്തിൽ ഒരു നല്ല സ്മരണ ഉണ്ടാവുകയാണ്. നല്ല സ്മരണ വന്നാൽ വിദഗ്ധൻ വൈദഗ്ധ്യം എന്ന് കിട്ടും. വിദഗ്ധാന്ന് പറയാൻ കാരണം രുക്മിണി ജനിച്ചവരാണ്. അതിന് കഥ അങ്ങനെ വൈദഗ്ധ്യായി ജന്മം കിട്ടിയപ്പോഴാണ് അത് ഞെറ്റും മരിച്ചും കഴിയുന്നതിനിടയ്ക്ക് ഒരു സജ്ജന സംസർഗം സാധിച്ചു. മലയധ്വജൻ സജ്ജന സംസർഗം. സജ്ജന സംസർഗം സാധിച്ചാൽ ആദ്യം ഉണ്ടാവും ഒരു പെൺകുട്ടിയാണ് ഭാഗം. ആസീതേക്ഷണാണ് ഭാഗം. അസിതം സിതം വെളുപ്പ്, അസിതം കറുപ്പ്. കറുപ്പ് ഈക്ഷണമുള്ളവരെന്നാണ് കൃഷ്ണഭക്തി എന്നാണ്. അങ്ങനെ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാവും. അതാണ് പൗത്രന്മാരുണ്ടായി 7 സഹോദരന്മാരും അവിടെ അടും ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം. ഈ 7 സഹോദരന്മാരും ശ്രവണ കീർത്തനാദികളിൽ കൂടി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ പൂർണ്ണമായി കഴിഞ്ഞാൽ കൊടുക്കാം ഒരു ബ്രാഹ്മണൻ. ബ്രാഹ്മണനാവുന്ന ഭഗവാൻ വന്ന് പറയും, നീ വൈദഗ്ധ്യം അല്ല, നീ പുരഞ്ജനും അല്ല, നീയും ഞാനും ഒന്നാണ് പറഞ്ഞ പരമാത്മാവായ ഭഗവാൻ ഇവിടെ വന്ന് ജീവാത്മാവിനെ കൊണ്ടുപോകുന്ന ഉണ്ണീശ്വരനാണ് വാസ്തവം. പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ വന്ന് ജീവാത്മാവായ രുക്മിണിയെ കൊണ്ടുപോയ പുത്രൻ നമ്മളൊക്കെയാണ് രുക്മിണിമാർ. നമ്മളെ പരമാത്മാവായ ഭഗവാൻ ഇവിടെ വന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകുന്നുള്ള കഥയാണ് പറഞ്ഞു കൊടുത്തത്. പ്രാചീനമതീർച്ച കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഇപ്പൊ തന്നെ പോകണോ? കുട്ടികൾ വന്നിട്ട് പോയാൽ പോരെ? ഹേ രാജാവെ, അങ്ങയുടെ അവസ്ഥ എന്തെന്നറിയോ? അതിന് സമയമില്ല എന്നാണ്. കാരണം ക്ഷുദ്രഞ്ചരം സുമനസാം ശരണേ വിധിത്വാരേണസാമസുദുഃഖകർണം അഗ്രേ മൃഗാൻ അതുപോവികളയ്യന്തം മൃഷ്ടേ മൃഗം മൃഗയനുക്തഗവാണ ഭിന്നം. മുന്നിലും പിന്നിലും ആപത്താണ്. ഇതറിയാതെ കണ്ട് വണ്ട് പാടുന്ന പാട്ടും കേൾക്കുന്ന ഒരു മാനിന്റെ അവസ്ഥയാണ് അങ്ങയുടെ അവസ്ഥ. ഈ ഗ്രാമഗീതം കേൾക്കുന്ന അവസ്ഥ മുന്നിലാണെങ്കിൽ ഇന്ദ്രിയങ്ങളാകുന്ന ചെന്നായികളെ പിടിക്കാൻ കിട്ടും.
യുദ്ധത്തിലാണെങ്കിൽ അന്തരനാകുന്ന വേടൻ ആയുധമായി നിൽക്കുന്നു. മുന്നിലേക്ക് പോയാലും പിന്നിലേക്ക് പോയാലും ആപത്ത്. ഇത് അറിയാതെ രണ്ട് ഈ ഗ്രാമ്യഗീതം കേൾക്കുന്നത് നമ്മുടെ അവസ്ഥയാണ്. വേഗം ഇറങ്ങിക്കോളോട് പറഞ്ഞപ്പോഴാണ് കുട്ടികൾക്ക് വന്ന രാജ്യഭാരം എത്തിച്ചോളോട് പറഞ്ഞ മന്ത്രിമാരെ രാജ്യഭാരം എത്തിച്ച കർമ്മഠനായ മഹാരാജാവ് പത്രയിൽ അഗ്രമനാവീരോ ഗോവിന്ദകരണം പൂജം അങ്ങനെ ഇറങ്ങാൻ സാധിച്ചു. ശ്രീനാഥ മഹർഷിയെ നമസ്കരിച്ച് ഇറങ്ങി ശ്രീഹരിയെ സേവിച്ച് മഹാരാജാവ് ഭഗവതിയെന്നാണ്. മഹാരാജാവ് കർമ്മനായ മഹാരാജാവ് കുറച്ചു നേരം ഉപദേശം കേട്ടപ്പം എല്ലാം വേണ്ടാന്ന് വെച്ച് ഭഗവാനെ സേവിച്ച് ഭഗവാൻ എത്തിയെന്ന് കാണിച്ചു. ഇനി പ്രജേശ്വരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് വായിക്കുന്നത്. സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ ഗുരുവായൂരപ്പ. നാരായണ 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 നാരായണ. ഹരേ ഗുരുവായൂരപ്പ. പുരഞ്ജനോപാഖ്യാനൊക്കെ ഇതുപോലൊരു അനുഭവമാക്കി പറഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ആ ഗുരുപരമ്പരകളുടെ കാരുണ്യം, ഗുരുവായൂരപ്പനും മഹാദേവനും കൂടി അനുഗ്രഹിക്കുന്നതായ സന്ദർഭം. അല്ലാതെ മറ്റൊന്നും പറയാനില്ല. ആ ധന്യധന്യമായ വേദിയെ പുരഞ്ജന വ്യാഖ്യാനത്തിലൂടെ വേദീഷത്തിനെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലെത്തിച്ച ശ്രീനാരദ മഹർഷിയെ കാണിച്ചു തന്ന ആചാര്യപാദങ്ങളിൽ നമസ്കരിക്കാം. ആ പ്രജേതസ്സുകളുടെ ബാക്കി ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് പഞ്ചമസ്കന്ധത്തിലേക്ക് നമുക്കങ്ങനെ പതുക്കെ പതുക്കെ പോവാൻ ശ്രമിക്കാം. ഹരേ ഗുരുവായൂരപ്പ. അതാ ത്രിംശോധ്യായ വിദ്രോപാച ഏത്വയാ വിഹാ ബ്രഹ്മച്വാ പ്രാചീനപരിഷാത്തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാപുപ്രദോഷ്യകാം കിം ദാർഹസ്പത്യവരത്രവാദ്ധാ കൈവല്യനാഥപ്രിയവാശ്വത്തിര ആസാദ്യദേവഗിരിസമിതൃത്യാ പ്രാപരം ഭവനപരപ്രചേതസാ മൈത്രേയവാച പ്രചേതസുന്ദരുദലോ വിരാദേശകാരനാദ്വേജ്ഞേന തപസാ പുരഞ്ജനദോഷയൻ ദശവർഷസഹസ്രാന്തേ പുഷസ്തുധനാദരാേഷാമാവിർഭോൽപൃച്ഛം ശാന്തേന സമേൻ ഗുരുവായൂരപ്പ. സുവർണസ്കന്ധമാരോടോ മേരുണ്ടുമിവാംബുജാപീരവാസാമണിപ്രിയേ കുർവൻ വിരാദിശ കാശീഷ്ണുനാകരകവർണ്ണ വിഭൂഷണേന പ്രാതീർകപോലവദനോ വിലസൽക്കിരീട അഷ്ടായുധേരാനുചരേർമുനിഭേശ്വരേന്ദ്രേ രാസേ വിരോ വിരഗീതകീർത്തിയെ വീണായതാഷ്ടമണ്ഡലമധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ പരിവൃതോവനവാദയാദ്യ ബർഹേഷ്മദപുരുഷാഹൃതാൻ പ്രപന്നാൻ പദ്യജനാദരുദയാ സകനാപലോകാശി ഭഗവാനുവാച വരം മണിയത്വം ഭദ്രപോയോന്മേന്ദ്ര സൗഹാർദ്ദേനാ സൃഷ്ടോഹം സൗഹൃദേന വാ യോനുസ്മരിതധ്യായമുഷ്മാനവിരംദ്ര തസ്യ പ്രാതൃഷ്ടാത്മസാമ്യം തഥാ ഭൂതേഷു ഹൃതം യേ തുമാം രുദ്രഗീതേന സായം പ്രാതസ്മായിടാ സുവന്ധ്യഹം കാമോരാണ്ടാസ്യേ പ്രജ്ഞാം ച ശോഭനാം യദ്വയം വിരാദേശമഗ്രേ ഇഷ്ടമുദാന്വിത അഭോവ ഉഷതീകീർത്തികോകാനുപേക്ഷ്യതേ ഭവിതാ വിശുദ്ധപുത്രോ നമോ ബ്രഹ്മണോ ഗുണേ യഥാമാത്മവീരണാദ്രോഗ്യം പുരീക്ഷ്യതേ കം ഖണ്ഡോന്മോദയാലബ്ധാ കന്യാവലലോചനാ താം ചാപയത്താം ജഗരോദ്ഭുഗാനുമന്ദിര ചുഷ്ടാമായ മുഖേ രാജാ സ്വംപീയൂഷോരിണേ ദേശമേ ജ്യോതമാനായ നിരതേ സദയാന്വിത പ്രജാവിസർഗാദിഷ്ടമാമനോർത്തത തത്ര കന്യാംബരാരോഹാം മാമധർമാതിര അമൃതകർമ്മശീലാനാം സർവേഷാം സുമധ്യമ അമൃതകർമ്മശീലേയം ഭൂയാത്മജ്ഞർപ്പിതാശയ ദിവ്യവത്സഹസ്രാണാം സഹസ്രമഹതോജസാ ഭവാൻ ഭോക്ഷ്യാദ്ധഭോഗാൻ വേ ദിവ്യാംശാനുഗ്രഹാൻ മമ അധമൈർവൈന്യ പ്രത്യാവർഗുണാശയ ഉപര്യാസ്യധാമാ നിർവിദ്യതര ഗൃഹേഷ്വം ചാപേ പുംസാം കുശലകർമ്മണാം മദ്വാർക്കായ ദയാമാനാം നവന്തായ ഗൃഹാമത നവ്യവഹൃതേജ്ഞോ ബ്രഹ്മേതബ്രഹ്മവാദിവേ നമുക്യം ദിനശോചന്യേന ഋഷ്യന്തിയതോ വിധാ മൈത്രേയോ വച एवं ध्रुवाणं पुरुषार्थमादिनत्रातरं तन्त्रे प्रचेतसा दर्दनध्वस्ततमोरजोमला गिरागणं विद्यया सुरत्तमं प्रचेतसपूजो नमो क्लेशविनाशनाय निरोविदोदारगुणाह्वयाय मनोवचो वेगपरोजवाय सर्वाक्षमाङ्गेरगतध्वने नमः गुरुवायूरप्प शुद्धाय नमस्वनिष्ठया मनस्कार्थं निसर्गयाय नमो जगत्स्थानयोदेशो गीतमया गुणविग्रहाय
नमो विशुद्धसत्त्वाय हरिये हरिमेधसे वासुदेवाय कृष्णाय प्रभवे सर्वसत्तां नमः कमलनाभाय नमः कमलमालिने नमः कमलमाताय नमस्ते कमलेक्षा नमः कमलकिञ्जल्कमलवास्ये सर्वोदनिवासाय नमो युष्मै दक्षिणे राशेषम् अभिष्टदं न कृष्णनां किमन्यदा सिद्धगम्भीरं यदावत्त्वं हि विभुभिर्भापिं दिनेषु वज्रे यदनुस्मर्यते काले सुविद्यावतिरनन्दन येनोपशान्तिर्भूतानां शुल्लकानामभेहताम् अन्तर्हितोऽन्तर्गते कस्मान्नो वेदनाशिला असावेवरवस्माकमेप्सिलोजिगतप्ते प्रसन्नोपान्येषामभवन्विपुरङ्गरे वनमने महेन्ताभिमानत्वल्पदपुरान् नैकं दस्त्वद्विभूतीनां सोऽनन्तगिरिस्पीयते पराजितें च सा लब्धे सायुज्ञन्न सेवरे त्वदङ्ग्रिमूलमासाद्या साक्षात् किं किं मनीमहे यावत्ते मायया स्पृष्टा रमामयः कर्मवे तावत् भवत्प्रसङ्गानां सङ्गस्यान्नो भवे भवे तुलयामलवेनावेन सुर्गं नाम्नर्भवत्पगवत् सङ्गिसङ्गिसमत्यानाङ्कृदाशा यत्रेड्येकदां निष्ठा सृष्णाया विस्मयदा निर्वैरं यत्र बोधेषो नोद्वेको यत्र कशना यत्र नारायणसाटात् ध्रुवान्यासनाङ्किरे संस्तोये सत्यदा सोमुक्तसङ्गे पुनः पुनः तेषां दतां पद्भ्यां तीर्थानां पावनेत्या वेदस्य किं नरोजेदा तावकानां समागम वयं च साक्षात् भवन्भवस्य प्रियस्य सङ्ख्योक्षणकमेन सुष्टिकस्यस्य भवस्य मृत्यो विषक्तमं चादिगिरिं विदास्मा यन्नस्वतीरङ्कृवास्प्रदादिरायुक्ताश्च वृत्ताश्च ददानुवृत्या आर्यानरासुतोरादरश्चादर्वाणि मुदान्यसूयैव यन्नसुदप्तं तपयतरीशनिरन्तसाङ्कालमदप्रमत्सो सर्वं तदेतद्विषस्य पुंनो नीमहे देवयोषणाय मनुष्यं पुर्भवान् भवश्चायेन्येतवोज्ञानविशुद्धसत्त्वा अदृष्टवारापि महिम्नस्त्वन्यतो त्वाल्पसमग्रीव नमः समाय शुद्धाय पुरुषाय पराय च वासुदेवाय सत्त्वाय तुभ्यं भगवते नमः गुहाय पामैत्रेयोवाच यदि प्रचेदो विरविष्टुतो हे प्रचेदस्तुलेत्याहरण्यवज्रा अनिच्छतां ज्ञानमपृच्छदचुषाम् एवो सुरामानमवर्ग्यवीर्या अनन्याय सजा प्रजयसा उदन्नदा भिक्षाकुट्टञ्चुमैच्छन्नां गाङ्गाम्योक्तमिवोच्यते ततोऽग्निमारुतौ राजन्मुग्धोरुषा महेन्द्रवेदङ्गतं तमृतका इवाक्ये भस्मसारकर्मणां शान्तिवाङ्गेत्कृतामः अगदस्मयमसमुत्रान् कृष्णतोदे तत्रावशिष्टा एवचा पीडाद्विदनं ददा उद्यखलोस्ते प्रयतोऽद्या उत्पदिष्टा स्वयंभुव ते च ब्रह्मणादेशान्मानशामे विजये यस्यामहरमज्ञानादाजन्याजनयोगिता चारुक्षेत्रन्दरे प्राप्ते प्रासङ्गे कालविद्युते यस्सत्यपदा इष्टा सदक्षो देवज्योतिदा यो जायमान सर्वेषां तेजस्तेजस्विनां दुर्गा सुयोगादत्तया चागमनां दक्षमद्रुवन् तं वदा सङ्गरक्षायामनादिरभिषिच्य च यो देवदेन्यां शास्त्रये सर्वप्रजापतिं श्रीकृष्णाय नमः इति श्रीमद्भागवते महापुराणे भागवंस्यां संविधानस्कन्धे त्रिंशोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्द हरि वायुपादाय एकत्रिंशोऽध्याय मैत्रेयोवाच तदा उत्पन्नविज्ञानाश्वर्जभाषां स्मरन्तात्मये भार्यां विहृत्य प्रभृतिग्रहादे दीक्षाधर्मसर्जनसर्वबोधात्मये सार्धीत्यां वेलायां चित्तबोधेत्तयाजिरे तन्निर्दितप्राणो वजो दशोदिरासनान् शान्तसमानिग्रहान् कलेवले ब्रह्मयोजिरात्मसुरासुरेभ्यो ऋषे स्मरार्जा तमागिरं तमुत्थाय प्रपत्याभिनत्य च पूजयित्वा यदा देशं श्वासेनमवधा ब्रुवन् ते सौलो स्वागतं सुरक्षेते निष्ठानो दर्शनं करा तवचक्रमणं ब्रह्मन्नभयाय कालवे विरालेशभगवता शिवेन अधोक्षलेन च तद्वेषु सत्तानां प्रायश्चित्तं प्रभो तन्न प्रद्योदयाध्यात्मज्ञानं कृत्वा तदनुसरणं येन सादृश्यामो दुस्तरं भवता गिरं मैत्रेयोवाच गुहायर्पा इति प्रजयसाम्यश्रववान्नार्दो मे भगवत्युत्तमश्लोक आविष्टाल्पाभ्यभीन्द्रभावान् श्रीनारदोवाच तज्जन्मदानि कर्माणि तदायुस्तन्मनोवरात् नाम्येनेह विश्वात्मा सेव्यते हरिरेश किं जन्मभिस्त्रिभिर्मेह सौक्लसावित्रयात्मिके कर्मभिर्मात्रे प्रोक्ते पुंसोऽपि उदायुषा सुधेन तपसावाक्यं काचोभिर्चित्तवृद्धते बुद्ध्या वा किं कृपणया बलेनेन्द्रियरातसा किं वा योगिन संज्ञना न्यासस्वाध्यायोर्भि किं वा शेयोगिनन्येश्चात्मेत्रात्मकृतोभये श्रेयसां सर्वेषाम् आत्मा ह्यापधिरार्थदा सर्वेषामेव पदानां धारिरात्मात्मदप्रिया राधरोन्मूलनिषेचनेन तृप्यन्त्यजत्कन्दुभयोपशाखा मानो महाराज्येन्द्रियाणां तदेव सर्वाभ्रमच्युतेज्या यदेव सूर्यात्मवद्यवारप्नश्च तस्मिन् पश्यन्ति काले भूतानि पूर्वोत्सिनिग्रहाणि तदा हरावे गुणप्रवाहः
वेदफलं तज्जगदात्मनः परं सविरद्विपादं सवितुर्यथा प्रभा यदा सवो जागृतसुप्तशक्तयो द्रव्येभ्यः ज्ञानविदा प्रमाद्यया यदा नभस्य प्रथमप्रकाशा भवन्ति भूपान् भवन्निर्मान् एवं ब्रह्मशक्तेस्त्वमो रजस्तमस्तत्त्वमेति प्रवाहः तेनेकमात्मानविशेषद्वैनां कालं प्रधानं पुरुषं परेशं श्री साधुस्मप्रवाहमात्मिकभावेन वचद्वन्धा दया सर्वदेषु सन्तुष्या येन केनमा सर्वेन्द्रियोपशम्या च तुष्यत्या शिनार्थः अवदसरलेषणामनात्मन्यविदमेधितभावनोबहुधा निजजनवशगत्वमात्मनो यन्न सरति चित्रवदक्षरसदान्ये न भजति मनीषिणां सैद्यां हरिरदनात्मदनप्रियो रसज्ञा सुददनकुलकर्मणां मलिर्ये विदधति पापमगिद्धनेषु कञ्चो श्रीमनिजर्यं तदर्तिनश्चादिपदपर्यन्तां च यक्ष्वपूर्णा न भजति निजप्रत्यवर्गतन्त्रा कथममुर्विसुतेल्पुमान् कृतज्ञा मैत्रेयवाच विधि प्रदेशो राजन्याश्चकल्कदा समेत्वा ब्रह्मलोकमेव स्वयंभुवो मुने ते वेदन्मुखदर्यानं यशोलोकमरामहं हरेर्निशम्यतत्पादं ध्यायन्दस्तगिरिं देयो यदत्ते वीरं चत्तर्यन्मां त्वमेवैष्णवान् भजेसान्नाथस्या संवादमृगीर्तनं शिशुकोवाच एष उत्तानपदो मानवस्यानुवर्णिता वंशप्रियवरदस्या विनिमोदन्मदत्तमा यो नारदादात्मविद्यामधिगम्य पुनर्महे मुक्त्वा विपद्यपुत्रेभ्यः ऐश्वर्यं सुप्रभास्पदम् इमां दोषायगणोपवर्णिनां रत्नाशम्यानिरवादसकलां प्रवृत्तभावोऽश्वकलाकुलोमने दधारमुद्धाचरणं वायपाविरोवाच स्वयमन्तिमायोगिमवदायमाल्पनादर्शनस्तमसपारो यत्ताभिन्द्रगोहे शेष्वाच विद्यानम्यतमामन्या विरोविदावयं स्वानाब्दिरिक्षो प्रयोज्ञादिनां निर्मुदाशया वेदकृष्णयात्राजराज्ञां निर्त्याजनाम् आयुर्धनदिशस्वस्ये विधिवैश्वर्यमाप्रिया श्रीकृष्णाय नमः इति श्रीमद्भागवते महापुराणे वाल्मीकिं संहितायां अष्टादशस्कन्धे संहितायां चतुर्थस्कन्धे प्रजयवाक्यानं नाम एकत्रिंशोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द പറയുന്നുണ്ടോ പറയുന്നുണ്ടോ വായിക്കരുത് കഴിഞ്ഞ് രാത്രി വായിക്കാം പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളൂ രാത്രി പറയുന്നില്ലല്ലോ ഹരേ വായ്പാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭഗവാനെ സേവിച്ച് ഭഗവാൻ സത്യരംഗമാണ് പിന്നെ പുത്രന്മാരായ പ്രദേശങ്ങളുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതും ഭഗവാൻ തോന്നിയ പോലെ ഒന്നിന് പ്രത്യക്ഷപ്പെട്ടാൽ 2 കൈ പോരാ 4 കൈ പോരാ എന്ന ഭാവത്തിലാ ഭഗവാൻ കാശിഷ്ണുന കനകവർണവിഭൂഷണേന ഭ്രാജൽതപോലവധനോ വിരസൽകിരീട അഷ്ടായുധൈരനുജരൈഃ മുനിഭിः സുരേന്ദ്രൈരാസേവിതോ ഗരുഡകിന്നരഗീതകീർത്തി 8 തൃക്കൈകളിലും ആയുധമായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. കണ്ട മാത്രമേ തന്നെ അവർക്ക് ആനന്ദം ഉണ്ടാവുന്ന ഭാവത്തില് ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ തപസ് ഇഷ്ടമായി. അങ്ങോട്ടല്ല, ആദ്യം ഇങ്ങോട്ടാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ഈ തപസ് ഞാൻ സന്തോഷിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൗഹാർദ്ദേന അമൃതധർമ്മ തുഷ്ടോഹം സൗഹൃദേന വൈ. ഇങ്ങനെ ആവുന്നതാണ്. ഇതൊക്കെ 2 ആളായാൽ 4 അഭിപ്രായമാണ്. ഒരാളായ തന്നെ ലഹളപ്പെടും, 2 കയ്യിൽ അടികൊടുത്താലാണ്. ഇവിടെ 10 പേരായിട്ട് ഒരേ ഇച്ഛ, ഒരേ പ്രവൃത്തി, ഒരേ നിറം, ഈ സൗഹാർദ്ദത്തിന് ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പിതാവ് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളെ വിവാഹം കഴിച്ചോളൂ. വൃക്ഷങ്ങളുടെ ദേവതകളെ വളർത്തുന്ന വാക്ഷി എന്ന കന്യകയെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. 10 പേരും കൂടി ഒരു വിവാഹം കഴിക്കാം. അതിന് ഒരു പുത്രൻ ഉണ്ടാവും. അവന് വിവാഹപ്രായാൽ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുക്കും. ഇവരെ ഭഗവാൻ നമസ്കരിച്ച് പറഞ്ഞു, ഭഗവാന് ഇവിടെ ദുഃഖം ഇല്ലാതാക്കാൻ അനവധി ആൾക്കാരുണ്ട്. അനവധി ആൾക്കാരുടെ നമോ നമ ക്ലേശ വിനാശനായ ഗുണസ്വയായ മനോവരോ വേദപുരോജവായ നമ. ക്ലേശത്തെ വിനാശം വരുത്താൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. പക്ഷെ ക്ലേശത്തെ നശിപ്പിക്കാൻ സാധിക്കും. അത് വീണ്ടും ഉണ്ടാവും.
വേരോടുകൂടി ഈ ദുഃഖത്തെ ഇല്ലാതാക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾ എന്തെങ്കിലും തപസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണം എന്ന സുഖപ്രദം തപ ഏതീശ നിരന്ധസാംകാരമധഭ്രമത്സു സർവം തദേതൽ പുരുഷസ്യ ഭൂമ്നോ ധീമഹേത്തെ പരിതോഷണായ. ഞങ്ങളെ തപസ് കൊണ്ട് ഞങ്ങളുടെ കർമ്മം കൊണ്ട് ഭഗവാനെ അങ്ങ് സന്തോഷിക്കണം. ഇത് മാത്രമേ ഭഗവാൻ പറയേണ്ടതുള്ളൂ. ഭഗവാൻ നമസ്കരിക്കുമ്പോൾ പറയേണ്ടത് ഭഗവാനെ സന്തോഷിക്കണേ, ഭഗവാനെ പ്രസാദിക്കണേ, ഇത് മാത്രമേ പറയേണ്ടുള്ളൂ. അവര് നമസ്കരിച്ച് ഭഗവാന്റെ വാക്ക് കേട്ടാണ് അവരിവിടെ വന്ന് വിവാഹം കഴിച്ചു, രാജ്യഭാരം ഏറ്റു. അതില് ഒരു ഉണ്ണി ഉണ്ടായി, ദക്ഷൻ എന്ന് പേരിട്ടു. അവർ വിവാഹപ്രായമായപ്പം രാജ്യഭാരം എത്തിച്ച് ഈ 10 പേരും ഭഗവാനെ സേവിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് ഇത്രയും കാലം ജപിച്ച രുദ്രഗീതം അവർ മറന്നുപോയി. ഒരാൾ മറന്നാൽ മറ്റു 9 പേരും അതുപോലെ തന്നെ മറന്നു. അവിടെ അവർ വിഷമിച്ചിരിക്കുകയാണ്. ശ്രീനാഥ മഹർഷി വന്ന് പറഞ്ഞു, കഷ്ടേ കഷ്ടം, ഇത്രയും കാലം ജപിച്ച മന്ത്രം മറന്നില്ലേ? എന്നാൽ എൻ്റെ ശിഷ്യനായ ധ്രുവൻ 6 മാസം കൊണ്ടാണ് ശ്രീഹരിയെ സേവിച്ചിട്ട് ഭഗവാൻ എത്തിയ ധ്രുവന്റെ മഹിമയെ അവിടെ പറഞ്ഞു കൊടുത്തു. എത്ര കാലം ജീവിച്ചു എന്നല്ല നോക്കുക, അത് എത്ര സമയം ഭഗവാൻ സേവിച്ചിട്ടുണ്ട്. തജ്ജന്മാർക്കാനി കർമാണി തഥായുസ്തന്മനോവജ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വര. ശ്രീഹരിയെ സേവിച്ച ജന്മം ജന്മം, ശ്രീഹരിയെ സേവിച്ച കർമ്മം കർമ്മം, ശ്രീഹരിയെ സേവിച്ച ആയസ് ആയസ് ബോധ്യപ്പെട്ടു. ശ്രീഹരിയെ സേവിക്കുകയാണ് വേണ്ടതെന്ന്. അതും യഥാതരോർ മൂലനിഷേധനേന ദൃഗ്യന്തി തസ്കന്ധഭുജോപശാഖ പ്രാണോപഹാരേന്ദ്രിയാണം തഥൈവ സർവ്വഹണമറ്റുദജ്ജ. ഭാഗവതം പറയുന്നു, ഒരു വൃക്ഷം വലുതാവണമെങ്കിൽ കേട്ട് വരണമെങ്കിൽ അതിൻ്റെ കൊമ്പിലൊന്നും കയറി വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മെരട്ട് വെള്ളമൊഴിച്ചാൽ എല്ലാ ദിക്കിലും എത്തുന്ന കൂട്ടത്തില് പ്രപഞ്ചത്തിന്റെ നാരായ വേരായ ശ്രീനാരായണമൂർത്തിയെ സേവിച്ച എല്ലാ ദിക്കിലും എത്തും. ശ്രീനാരായണമൂർത്തിയെ സേവിക്കാണ് വേണ്ടത് എന്ന് ആദ്യം അവിടെ പറഞ്ഞ മാധവമഹർഷി പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പിന്നെ ശരിയായ സുഖം എവിടുന്നാ കിട്ടുന്ന ഇവിടെ നാഗമഹർഷി പറഞ്ഞു. ശരിയായ സുഖം കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേനവാ സർവേന്ദ്രിയോപശാന്ത്യാ ച തുഷ്യത്യാശു ജനാർദ്ദനന് മാത്രമേ തൃതീയത്തിൻ്റെയും ചൗഥത്തിൻ്റെയും സാരമായിട്ടാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളോടും ഒരു ദയുണ്ടാക്കുക. ദയയാ സർവഭൂതേഷു, എന്ത് കിട്ടിയാലും സന്തോഷിക്കാം. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇതേ ചോദ്യം ചോദിക്കുന്ന ധർമ്മസ്കന്ധത്തിൽ 41-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ഭഗവാന് വളരെ സന്തോഷമായിട്ട് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ആരാകാലത്ത് ആവശ്യപ്പെട്ടത് ഇതാണ്. അവിടെ ഭഗവാൻ രാമകൃഷ്ണന്മാരുടെ അനുഗ്രഹ ലക്ഷണം എത്തിക്കാൻ നാഗമഹർഷി ഇവിടെ പറഞ്ഞത് അവിടെയാണ് ചോദിക്കുന്നതെന്ന്. ഭാവത്തിൽ എല്ലാ ജീവജാലങ്ങളോടും ദയ ഉണ്ടാവുക, എന്ത് കിട്ടിയാലും സന്തോഷിക്കുക, എല്ലാ കർമ്മങ്ങളും ഭഗവത് പ്രീതിക്ക് വേണ്ടി അർപ്പിക്കാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഈ 10 പേരും ഭഗവാനെ സേവിച്ച് ഭഗവാൻ എത്തിയെന്ന് കാണിച്ചു. ഇവിടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന വിതുരനാണ്, പറയുന്ന മൈത്രേയ മഹർഷിയാണ്. മൈത്രേയ മഹർഷി വിതുരൻ നമസ്കരിച്ച് പറഞ്ഞു, ഞാനും പോയാലോ? പ്രിയവരുടെ കഥ കേൾക്കണ്ട, ഇനി എനിക്ക് ആർക്കും കേൾക്കണ്ട. ധാരാളമായി കഥാർത്ഥനായിട്ട് ഈ നാരങ്ങൾ നോക്കൂ, എത്ര ആൾക്കാർക്ക് ആ കൈകളിലേക്ക് ഓട്ടും. എനിക്കും മോഹമുണ്ട് എൻ്റെ ജ്യേഷ്ഠനായ അന്ധനായ മഹാരാജാവിന് കൈവല്യം കൊടുക്കാൻ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഗുരുനാഥനെ നമസ്കരിച്ച് ഗുരുനാഥന്റെ പാദങ്ങളും ഗുരുവായൂരപ്പന്റെ പാദങ്ങളും ശിരസ്സുകൾ വെച്ചുകൂടാം. 4 പാദം കൂടിയാൽ ഒരു ജീവൻ പൂർണ്ണനാവുന്നതാണ്. ഇവിടെ വന്ന് മഹാരാജാവിനും ഗാന്ധാരിക്കും മോക്ഷം കൊടുത്ത കഥ പ്രഥമ സ്കന്ധം വർണ്ണിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു. ഇവിടെ പരീക്ഷിച്ച മഹാരാജാവ് ശ്രീശുഖബ്രഹ്മർഷിയോട് വർണ്ണിച്ചു.
ഇത്രയും മഹാത്മാവെല്ലാം അറിയുന്ന ആൾക്കാരാണ്. ഇനി എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല. എനിക്ക് പ്രിയവതൻ്റെ കഥ കേൾക്കണം എന്ന് പറയുമ്പോഴും അതും പ്രിയവതൻ സാധാരണ ഒരാളല്ല. ഗൃഹരാമനും ആത്മാരാമനും ആയ പ്രിയവതൻ്റെ കഥ വിസ്തരിച്ച് കേൾക്കുന്ന വരുമ്പോൾ ഇത് വർണ്ണിക്കാൻ പോകുന്ന ഭാഗം പ്രിയവതൻ്റെ കഥ ആ വർഷം വർണ്ണിക്കുന്നത് നമുക്ക് കൂടി കഴിഞ്ഞിട്ട് അല്ലേ വായിക്കാം. സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പഞ്ചമസ്കന്ധം 9ാമത്തെ അധ്യായം കൂടി വായിക്കണം എന്നായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്തായാലും വൈകുന്നേരം എത്തുമ്പോൾ ചതുർത്ഥസ്കന്ധം കക്ഷിച്ചിപ്പോൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു. ആചാര്യൻ്റെ കഥയുടെ മഹത്വം ഇന്നല്ലാതെ വേറൊന്നും പറയാനില്ല. വേങ്ങേരിക്ക് ഗുരുവായൂരപ്പൻ്റെ കഥ പറഞ്ഞ് മോഹൻ തീർന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ കുറേശ്ശെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വിസ്തരിച്ച് കേട്ടതായ ഈ 4 സ്കന്ധങ്ങൾ വളരെ ചുരുക്കി ആവേശത്തോടുകൂടി നമുക്ക് അതിൻ്റെ സാരം മുഴുവൻ ഒട്ടും ചോർന്നു പോവാതെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യപാദങ്ങളിൽ ശ്രീ ഗുരുവായൂരപ്പനെയും മഹാദേവനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. ഇന്നലത്തെ പോലെ 7 മണിക്ക് കഴിഞ്ഞാൽ, അതായത് പുഴയും സഞ്ചാരങ്ങളും സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുത് വന്നിട്ട് പഞ്ചമസ്കന്ധം പാരായണം ചെയ്യാൻ ശ്രമിക്കാം. ആവുന്നത്ര വായിക്കാം. നാളെ കാലത്തും ഇതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ നമ്മെ ഭാഗവതത്തിലൂടെ കൈപിടിച്ച് നടത്തട്ടെ. എല്ലാ സമയങ്ങളും ഭഗവാന്റെ കഥ കേൾക്കാനുള്ളതായ, ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ളതായ അനുഗ്രഹം അനുഗ്രഹിച്ചു തരണേ എന്ന ഗുരുപരമ്പരകളോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ ഗുരുവായൂരപ്പ.